ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ഇവിടെ ഒരു മീൻകുളം പണിതിട്ടുണ്ട്. അപ്പം അത് വളരെ ചെലവ് ചുരുക്കിയുള്ള ഒരു മീൻകുളം ആയിരുന്നു. ആർക്കും എല്ലാം ട്രൈ ചെയ്യാവുന്ന ഒരു രീതിയായിരുന്നു. അപ്പം നമുക്ക് അതിന്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മീൻകുളം. ഇതൊരു സാധാരണ പടുതാക്കുളം പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കട്ട കെട്ടി പൊക്കിയതിനു ശേഷം അതിന്റെ അകത്ത് നമ്മൾ പടുത ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ ധാരാളം വെള്ളം കയറുന്നതുകൊണ്ട് നമുക്ക് മണ്ണിൽ ഒരിക്കലും ഇവിടെ പടുതാക്കുളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ കുളം മേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഒരു കുളം ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രശ്നങ്ങൾ കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കുളം വേറെ പണിയുമാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ പുതിയ കുളം പണിയാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു വീക്ക് ടൈം ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പടുത വിരിക്കണം. പടുത വിരിക്കുന്നതിന് മുമ്പായിട്ട് ചാക്കും തുണികളും കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. അതിനുശേഷമായിരിക്കണം പടുത വിരിക്കേണ്ടത്. 200 GSM പടുതയാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഫൈനലി നമ്മളൊരു ഗ്രീൻ നെറ്റ് കൊണ്ട് ഈ കുളം കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഇലകളൊന്നും വീണ് വെള്ളം ചീത്ത വരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മളൊരു എയറേറ്റർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ തൽക്കാലം നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ മീൻകുളത്തിന്റെ മേക്കിങ്. ഈ ഏരിയയിലൊക്കെ ധാരാളമായിട്ട് വെള്ളം കയറുന്നുണ്ട്. നമുക്ക് സാധാരണ ഒരു പടുതാക്കുളം നിർമ്മിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മീൻകുളത്തിന്റെ ബാക്കിയുള്ള വീഡിയോ പുറകെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.